ഹായ് എവ്രി വൺ, ഇതാണ് ബജാജിൻ്റെ പുതിയ വീക്കോ എന്ന ഇലക്ട്രിക് ഓട്ടോ. ഈ ഓട്ടോ 296 കിലോമീറ്ററാണ് ഇതിൻ്റെ മൈലേജ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബജാജ് മാക്സിമ എക്സ് വൈഡിൻ്റെ സെയിം ബോഡി തന്നെ, ആ സെയിം ബോഡി തന്നെ അവർ ഹെഡ്ലൈറ്റ് ഫ്രണ്ട് പോർഷനെ കുറച്ച് ചേഞ്ച് ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്ത് ഇറക്കിയേക്കുന്ന ഒരു മോഡലാണ്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ ആണെങ്കിൽ LED ഹെഡ്ലൈറ്റാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മൾക്ക് ഓൾമോസ്റ്റ് മറ്റേ ഇതിൻ്റെ തന്നെ നമ്മുടെ എക്സ് വൈഡിൻ്റെ സെയിം ബോഡി ആയതുകൊണ്ട് അതും അകത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒന്നും വ്യത്യാസമൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മീറ്റർ കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആക്കിയിട്ടുള്ള മോഡലാണ് ഇറങ്ങുന്നത് വീഗോയിൽ. ഇതിൻ്റെ എക്സ് വൈഡ് CNG ഡീസലിലൊക്കെ ഇതുപോലെയല്ല, കുറച്ച് വ്യത്യാസമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അകത്തെ ഭാഗങ്ങൾ. പുറമേ ബോഡി സെയിമാണ് വണ്ടിയുടെ. പിന്നെ ഇതിൻ്റെ സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ അന്യായ സ്പേസ് ആണ്. ഡിക്കി സ്പേസ്, സീറ്റ് മടക്കിയിട്ട് ഇത്രയും സ്ഥലം കിട്ടും. ഞാൻ വലിയ വ്ളോഗറോ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് വീഡിയോസ് ചെയ്തിടുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ വണ്ടീനെ പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അന്യായ ബിൽഡ് ക്വാളിറ്റി. മറ്റുള്ള വണ്ടികളെന്ന് പറയുമ്പോൾ ആവട്ടെ, അങ്ങനെ പല കമ്പനികളും വെയിറ്റ് കുറച്ചാണ് ഇറക്കുന്നത്. ഇലക്ട്രിക് വണ്ടികളിൽ മാക്സിമം വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് മൈലേജും കിട്ടും. പിന്നെ അതുപോലെ തന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ വണ്ടി കയറുകയും ചെയ്യും. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഈ വണ്ടിയിൽ ബജാജ് അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. സെയിം എക്സ് വൈഡ് ഡീസലിൻ്റെ പെട്രോൾ CNG വണ്ടിയുടെ സെയിം ബോഡി തന്നെ വെച്ചേക്കണത്. അതുകൊണ്ട് എന്താ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉണ്ടായിരുന്ന വണ്ടി എന്ന് വെച്ചാൽ ഇതിൻ്റെ സെയിം മോഡൽ തന്നെ, ഇതിൻ്റെ കുറച്ചും കൂടി താഴ്ന്ന മോഡൽ 7201 എന്ന് പറഞ്ഞ മോഡലാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ ആ വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നന്നായിട്ട് കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ജീവനോടെ ഇവിടെ ഉള്ളത് തന്നെ. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് വശം ഓൾമോസ്റ്റ് ഭാഗം തകർന്ന് ചേസ് വരെ മാറ്റേണ്ട അവസ്ഥ വന്ന വണ്ടിക്ക്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ നല്ല സ്ട്രെങ്ത് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ എൻ്റെ തലയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇടിച്ച് തകർന്ന് ചളങ്ങിയായിരുന്നു വണ്ടി ചേസറൊക്കെ മാറ്റേണ്ടി വന്നു. പക്ഷേ അതിന് പകരം വേറൊരു ഇലക്ട്രിക് ഓട്ടോ ആണെങ്കിൽ ഞാനൊക്കെ സ്പോട്ടി മരിച്ചാണ്. പക്ഷെ അത്രത്തോളം അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല മറ്റുള്ള കമ്പനി ചെയ്യുന്ന പോലെ. അവർ ക്വാളിറ്റിയിൽ ഒരു കുറവും വരുത്തിയിട്ടുള്ള ബജാജ്. ഇതിൻ്റെ ഡിക്കി സ്പേസ് ഞാൻ കാണിച്ചുതരാം. ഡിക്കി സ്പേസ് എന്ന് വെച്ചാൽ നമ്മുടെ വിഗോ മറ്റേ എക്സ് വൈഡ് CNGയും ഡീസലിൻ്റെ ഒക്കെ സെയിം ഇത് തന്നെയാണ്. ഇതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. എനിവേ, വണ്ടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 296 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. എങ്ങനെ വന്നാലും 250 കിലോമീറ്ററിൻ്റെ മേലെ മൈലേജ് കിട്ടും. ഓൾറെഡി 250 കിലോമീറ്റർ പറയുന്ന വണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്കൊരു 225 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്നുണ്ട്. അതിങ്ങനെ കൊണ്ട് ചാർജിങ്ങിലിടും. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഓടിക്കുന്നതെങ്കിൽ 250 കിലോമീറ്ററിൻ്റെ മേലെ മൈലേജ് കൺഫേം ആയിട്ടും കിട്ടും.